പടം അത്ര പോരാ. പൾസ് പുള്ളിക്കാരെ നല്ല പടമാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. മമ്മൂക്ക ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് മനസ്സിലാക്കി സിനിമ ചെയ്യുന്നു. ഡയറക്ടറിലും പഠിക്കണം. മമ്മൂക്ക ആരാടിയാണ്. പടം ഉഗ്രനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കാർ ഇതുവരെ പോലീസും ഫൈറ്റിങ്ങോ പടമല്ല, പക്ക വെറൈറ്റി പടം. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ അങ്ങനത്തെ ഒരു പക്ക പടം. മറ്റേ മമ്മൂക്കാരുടെ ഫൈറ്റിങ്, ഡാൻസ്, നമ്മളെ ഷൈലോക്ക്, അതുപോലെ ബിഗ് ബി, അതുപോലെ നല്ല ഇത് അതും കാട്ടി ഒരു ത്രില്ലർ, ഒരു മൂഡ് പടം. നമ്മളെ മനസ്സിലായ പോലത്തെ ചെറിയ സാധനം ഉണ്ട് ഒരു പെണ്ണിൻ്റെ. അത് പെണ്ണല്ല, ആണ് പെണ്ണായില്ല. അങ്ങനത്തെ ചെറിയൊരു കോമഡി, മമ്മൂക്കാരുടെ തമാശയൊക്കെ ഉണ്ട്. പക്ഷേ അത് കണ്ടിരിക്കാം. കുറച്ച് ഒരു നീണ്ട വലിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വെറൈറ്റി പടം. ഡാൻസ് മമ്മൂട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ, നമുക്ക് നല്ല സ്റ്റെപ്പല്ലേ, കുഴപ്പമില്ല. നല്ല മൂഡ് പടം. ഇപ്രാവശ്യം ഈ പടം തൂക്കും. എനിക്ക് ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല, കാരണം ഇതൊരു വെറൈറ്റി പടമല്ലേ. നിങ്ങൾ കാണ്, നിങ്ങൾ നല്ല തോന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു വെറൈറ്റി പടമല്ലേ. നമുക്കറിയാം, ഞാൻ കുറേ പടം കണ്ടിട്ടുണ്ട്, ബിഗ് ബി കണ്ടിട്ടുണ്ട്. അതൊന്നല്ല, ഇത് വേറെ ലെവൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ടെസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. കിഡിലും പടം, കിഡിലും സൂപ്പർ വെറൈറ്റി പടം. ഒന്നും പറയാനില്ല, നല്ലായിട്ടുണ്ട്. ബാക്കിയുള്ളൊരു ആ ലെവലിലേക്ക് വരുന്നില്ല. കുഴപ്പമില്ല, ആവറേജ് ഒരു വൺ വാച്ച് പടം കേട്ടോ, കുഴപ്പമില്ല, നല്ല പടം. I loved it, loved the experience of watching with everyone else. And எல்லாரும் சந்தோஷமாக பார்த்தது, எல்லாருமே கை தட்டுறது எனக்கு ரொம்ப സന്തോഷമായിട്ട്. താങ്ക് യു. രണ്ടാമത്തെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. ആദ്യത്തെ പരോളായിരുന്നു. ഇതിലൊരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിൽ ഗോകുലിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. ഡെഫിനറ്റ്ലി പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗോകുലിൻ്റെ കൂടെ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. പുള്ളിക്കാരൻ എന്താ പറയുക, സപ്പോർട്ടിംഗ് ആയിരുന്നു, നല്ല ജോളി മൂഡായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ വെരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഫ്കോഴ്സ് എക്സൈറ്റഡ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, രണ്ടാമതും അഭിനയിച്ചു. അപ്പം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഗുഡ് മൂവീസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, അതാണ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്റെ അഭിപ്രായം, ഞാൻ കാശ് മുടക്കി കണ്ട പടത്തിന് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പടം ലാഗില്ല എന്ന് പറയുന്നത്, പടം ലാഗാണ്. ഞാൻ കാശ് പുള്ളി വൈറലാവാൻ വേണ്ടി ചെയ്ത വേലയാണ്, മനസ്സിലായില്ലേ? പുള്ളിക്ക് സ്വന്തമായി വൈറലാവാൻ വേണ്ടി. ആറാട്ടനെ പറയുമ്പോൾ പുള്ളി എന്തായാലും വൈറലാവാലോ, ആ രീതിയിൽ പറഞ്ഞാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ പടം എല്ലാവരും കാണണം. കാരണം ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഏറ്റവും വലിയ വിജയം, മനസ്സിലായോ? അത് നമ്മൾ പുറത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ടിട്ട് പറഞ്ഞാൽ പോരെ. ആറാട്ടല്ല, ഇതിനകത്ത് എന്താണ് ലാഗ്? എനിക്ക് മനസ്സിലായില്ല, ഇതെന്താണ് ലാഗ്? എനിക്ക് അതെ, സ്വന്തമായിട്ട് വൈറലാവാൻ നോക്കുന്ന ആള്. എനിക്ക് ലാഗ് തോന്നിയില്ല. അത് എന്റെ അഭിപ്രായമല്ലേ. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അതിന് അതിന്റെ ഇടപെട്ട ആവശ്യം എന്താണ്? അതിന് ഇടപെട്ട ആവശ്യം അയൽക്കെന്നല്ലേ? എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അല്ലാതെ എനിക്ക് ലാഗ് തോന്നിയില്ല എന്ന് തോന്നി. അയാൾക്ക് ലാഗ് തോന്നിയില്ല. അയാൾക്ക് ലാഗ് തോന്നി, ഞാൻ ലാഗ് ഉണ്ടെന്ന് പറയണോ?